എല്ലാവർക്കും നമസ്കാരം. ഈ കഴിഞ്ഞ ജൂൺ 9, 2024, സ്ഥലം ബാംഗ്ലൂർ, കർണാടക. സമയം അപ്പോൾ ഏകദേശം ഒരു 7 മണി കഴിഞ്ഞിട്ടുണ്ടാവും. അവിടെയുള്ള ORR എന്ന് വിളിക്കുന്ന സ്ഥലത്ത് ഒരു അപ്പാർട്ട്മെന്റ് ഉണ്ട്. ആ അപ്പാർട്ട്മെന്റിന്റെ പേര് അനുഗ്രഹ അപ്പാർട്ട്മെന്റ് എന്നാണ്. അതിരാവിലെ ആ അപ്പാർട്ട്മെന്റിനെ ലക്ഷ്യമാക്കി ഒരു ഡെലിവറി ബോയ് ബൈക്കിൽ പോവുകയാണ്. അന്ന് രാവിലെ തന്നെ അയാൾക്ക് അവിടെ നിന്നും ഒരു ഓർഡർ ലഭിച്ചിരുന്നു. അന്നേ ദിവസം അവന്റെ ആദ്യത്തെ ഓർഡറുമായിരുന്നു അത്. ഈ സ്ഥലം അവന് നല്ല പരിചയമുണ്ട്. മാപ്പിലും മറ്റും നോക്കേണ്ട ആവശ്യമില്ല. അതുകൊണ്ട് അലസമായിട്ട് ചുറ്റും നോക്കിക്കൊണ്ട് ബൈക്ക് ഓടിച്ചുകൊണ്ടാണ് അവൻ പോകുന്നത്. അവനിപ്പോൾ പോയിക്കൊണ്ടിരിക്കുന്നത് മഗഡി റോഡിലൂടെയാണ്. മഗഡി എന്ന പേര് കേൾക്കുമ്പോൾ നിങ്ങൾക്ക് വേറെ ഒരാളെ ഓർമ്മ വരുന്നുണ്ടാവും. യെസ്, നമ്മുടെ അണ്ണനെ. ആ റോഡിലൂടെ പോകുമ്പോൾ സുമനഹള്ളി എന്ന് പറയുന്നൊരു സ്ഥലം വരും. അവിടെ ഒരു പാലമുണ്ട്. ആ പാലവും അറിയപ്പെടുന്നത് സുമനഹള്ളി എന്ന പേരിലാണ്. റോഡിനോടും പാലത്തിനോടും ചേർന്ന് അതുവഴിക്ക് ഒരു അഴുക്കുചാല് കടന്നു പോകുന്നുണ്ട്. ബൈക്ക് അവിടെ എത്തിയതും ഈ ഡെലിവറി ബോയ് വിചിത്രമായിട്ടുള്ളൊരു കാഴ്ച കണ്ടു. ഇന്നുവരെ കണ്ടിട്ടില്ലാത്തൊരു കാഴ്ചയാണ് അവൻ അവിടെ കണ്ടത്. ഏതാനും കാട്ടുനായ്ക്കൾ ആ അഴുക്കുചാലിൻ്റെ ഉള്ളിൽ നിൽക്കുന്നു. അവ കുരച്ച് ബഹളം വയ്ക്കുന്നുണ്ട്. മാത്രവുമല്ല, എന്തോ കടിച്ചു പറിച്ച് വലിക്കുന്നുമുണ്ട്. അതെന്താണെന്ന് അറിയുവാനായിട്ട് ഈ ഡെലിവറി ബോയ് ബൈക്ക് റോഡിൻ്റെ ഓരം ചേർത്ത് നിർത്തി. എന്നിട്ട് അവിടേക്ക് നടന്നു. അന്ന് രാവിലെ അവൻ ആ അഴുക്കുചാലി കണ്ട കാഴ്ച ജീവിതത്തിൽ മറക്കുവാനായിട്ട് കഴിയാത്ത ഒന്നായിരുന്നു. ഞെട്ടിക്കുന്ന ഒരു കാഴ്ചയായിരുന്നു അത്. ആ കാട്ടുനായ്ക്കൾ കടിച്ചു വലിച്ചുകൊണ്ടിരുന്നത് ഒരു മൃഗത്തിൻ്റെ ജഡമോ അതുപോലെ മറ്റു മാലിന്യമോ ആയിരുന്നില്ല, മറിച്ച് ഒരു പുരുഷൻ്റെ ജഡമായിരുന്നു. അതും വളരെ ക്രൂരമായിട്ട് വികൃതമാക്കപ്പെട്ട ഒരു പുരുഷൻ്റെ ജഡം. അയാളുടെ തലയിൽ 4-5 ഓട്ടകളുണ്ടായിരുന്നു. കവിളുകൾ വലിച്ചു കീറിയ നിലയിൽ കാണപ്പെട്ടു. ആ മനുഷ്യൻ്റെ 2 കാതുകളും ആരോ മൂർച്ചയുള്ള ഒരു ആയുധം ഉപയോഗിച്ച് അറുത്തു മാറ്റിയിരുന്നു. നമുക്ക് സങ്കല്പിക്കുവാൻ പോലും കഴിയാത്ത ക്രൂരതയായിരുന്നു ആ ജഡത്തിൽ കാണപ്പെട്ടത്. ഈ കാഴ്ച കണ്ടതും ആ ഡെലിവറി ബോയ് നിലവിളിച്ചുകൊണ്ട് നമ്മൾ മുൻപ് പറഞ്ഞ അനുഗ്രഹ അപ്പാർട്ട്മെന്റിലേക്ക് ഓടുകയാണ്. ആ അപ്പാർട്ട്മെന്റിലെ സെക്യൂരിറ്റിയായ കേവൽറാം ദോർജി എന്നയാളോട് ഈ ഡെലിവറി ബോയ് താൻ കണ്ട കാര്യം പറഞ്ഞു. കേവൽറാം വേഗം തന്നെ അവിടേക്ക് ഓടി. അയാളും ഈ കാഴ്ച കണ്ടു. ഉടൻ തന്നെ പോലീസിൽ വിവരം അറിയിച്ചു. എന്നാൽ പോലീസ് അവിടേക്ക് വരും മുൻപ് കേവൽറാം മറ്റൊരു നല്ല കാര്യം കൂടി ചെയ്തിരുന്നു. ഒരു വടിയെടുത്ത് അയാൾ ആ കാട്ടുനായ്ക്കളെ മുഴുവനും അടിച്ചോടിച്ചു. ലോക്കൽ പോലീസ് വേഗം തന്നെ സംഭവ സ്ഥലത്ത് വരികയാണ്. അവർ ജഡം കൈപ്പറ്റി. എന്നിട്ട് പോസ്റ്റ്മോർട്ടത്തിനായിട്ട് ഗവൺമെന്റ് ഹോസ്പിറ്റലിലേക്ക് അയച്ചു. വൈകാതെ ആ ജഡത്തിന്റെ പോസ്റ്റ്മോർട്ടം റിപ്പോർട്ട് പുറത്തു വരികയാണ്. അതിലെ വിവരങ്ങൾ ആരെയും ഞെട്ടിക്കുന്ന ഒന്നായിരുന്നു. കേസ് അന്വേഷിച്ച പോലീസ് മാത്രമല്ല, ഈ വിവരം മാധ്യമങ്ങൾ വഴി അറിഞ്ഞ കർണാടകയിലെ എല്ലാ ജനങ്ങളും വിറങ്ങലിച്ചു പോയി. വളരെ ക്രൂരമായ കൊലപാതകം, അതാണ് പോസ്റ്റ്മോർട്ടം റിപ്പോർട്ട് പറയുന്നത്. ആ കൊലപാതകത്തിന്റെ തീവ്രത എത്രത്തോളം ഉണ്ടെന്ന് അറിയണമെങ്കിൽ നമ്മുടെ ടെലഗ്രാം ചാനലിൽ വരിക. അവിടെ ഈ ക്രൈമുമായിട്ട് ബന്ധപ്പെട്ട ഏതാനും ഫോട്ടോസ് ഇട്ടിട്ടുണ്ട്. ചാനൽ ലിങ്ക് കീഴെ കൊടുക്കുന്നുമുണ്ട്. എന്നാൽ കർണാടകയിലെ ജനങ്ങൾ ഞെട്ടുവാനായിട്ട് പോകുന്നതേയുള്ളൂ. ഈ കേസുമായിട്ട് ബന്ധപ്പെട്ട് തൊട്ടടുത്ത ദിവസങ്ങളിൽ ഏതാനും അറസ്റ്റുകൾ നടന്നു. പോലീസ് അറസ്റ്റ് ചെയ്ത കുറ്റവാളികളിൽ ഒരു VIP ഉണ്ടായിരുന്നു. ആ VIP ഒരു സിനിമാ നടനായിരുന്നു. വെറും ഒരു സിനിമാ നടനല്ല, ഒരു സൂപ്പർ സ്റ്റാർ താരപരിവേഷമുള്ള നടൻ. അവൻ്റെ പേര് ദർശൻ. ഇന്ന് നമ്മൾ കാണുന്നത് രേണുകാസ്വാമി മർഡർ കേസാണ്. അവിഹിതത്തിൻ്റെയും പകയുടെയും സോഷ്യൽ മീഡിയ ബുള്ളിയിങ്ങിൻ്റെയും കഥ. പോലീസിന് മുൻപിലുള്ള ആദ്യത്തെ ചോദ്യം ഇതാണ്: കൊല്ലപ്പെട്ടത് ആരാണ്? അവർ കർണാടകത്തിലെ എല്ലാ പോലീസ് സ്റ്റേഷനുകളിലേക്കും മെസ്സേജ് അയച്ചു. ഏതെങ്കിലും പോലീസ് സ്റ്റേഷനിൽ മാൻ മിസ്സിംഗ് കേസ് രജിസ്റ്റർ ചെയ്തിട്ടുണ്ടോ എന്ന് അറിയുവാനായിരുന്നു അത്. വൈകാതെ അവർക്കൊരു മറുപടി കിട്ടുകയാണ്. ബാംഗ്ലൂരിൽ നിന്നും 196 കിലോമീറ്റർ ദൂരം മാറി ചിത്രദുർഗ എന്നൊരു സ്ഥലമുണ്ട്. ആ ചിത്രദുർഗ പോലീസ് സ്റ്റേഷനിൽ നിന്നുമായിരുന്നു അവർക്ക് മറുപടി കിട്ടിയത്. ഇവിടെ ഒരു പരാതി കിട്ടിയിട്ടുണ്ട്. കാശിനാഥ ശിവന ഗൗഡരെയും അയാളുടെ ഭാര്യ രത്നപ്രഭയുമാണ് പരാതിക്കാർ. ഇവരുടെ മകനായ രേണുകാസ്വാമിയെ കഴിഞ്ഞ ദിവസം മുതൽ കാണുവാനില്ല എന്നാണ് പരാതി. പോലീസ് വേഗം തന്നെ മൃതദേഹത്തിന്റെ ഫോട്ടോ എടുത്ത് ചിത്രദുർഗ പോലീസ് സ്റ്റേഷനിലേക്ക് അയച്ചു കൊടുത്തു. ആ ഫോട്ടോ കണ്ടതും കാശിനാഥ ശിവന ഗൗഡയും രത്നപ്രഭയും ജഡം തിരിച്ചറിഞ്ഞു. അവരുടെ മകനായ രേണുകാസ്വാമിയുടെ ഫോട്ടോ ആയിരുന്നു അത്. അയാളായിരുന്നു ആ കുടുംബത്തിലെ ഏക ആശ്രയം. ചിത്രദുർഗയിലെ ഒരു മെഡിക്കൽ സ്റ്റോറിൽ ജോലി ചെയ്യുകയായിരുന്നു രേണുകാസ്വാമി. കൊല്ലപ്പെടുന്ന സമയത്ത് അയാൾക്ക് 33 വയസ്സാണ്. കൂടാതെ അയാളുടെ ഭാര്യ പ്രഗ്നന്റുമായിരുന്നു. പോലീസ് വേഗം രേണുകാസ്വാമിയുടെ വീട്ടുകാരെ ചോദ്യം ചെയ്തു. ആ ചോദ്യം ചെയ്യലിൽ നിന്നും മനസ്സിലായ കാര്യം ഇതാണ്: 2024 ജൂൺ 7 ഏതാനും ആളുകൾ വന്ന് രേണുകാസ്വാമിയെ ഒരു കാറിൽ കൂട്ടിക്കൊണ്ടുപോയി. അതിനുശേഷം അയാളെക്കുറിച്ച് യാതൊരു വിവരവുമില്ല. ഫോൺ വിളിച്ചെങ്കിലും അറ്റൻഡ് ചെയ്യുന്നില്ല. അതുകൊണ്ടാണ് പോലീസിൽ പരാതി നൽകിയത്. രേണുകാസ്വാമിയുടെ വീട്ടുകാരിൽ നിന്നും പോലീസിന് കിട്ടിയത് വലിയൊരു ക്ലൂ ആണ്. ഒരു കാറിലാണല്ലോ അയാളെ ഏതാനും ആളുകൾ ചേർന്ന് കൂട്ടിക്കൊണ്ടുപോയത്. ആ കാർ ഏതാണെന്ന് കണ്ടുപിടിച്ചാൽ ഈ കേസിനൊരു വഴിത്തിരിവ് ഉണ്ടാകുമെന്ന് പോലീസിന് മനസ്സിലായി.
പോലീസ് വേഗം ചിത്രദുർഗയിലുള്ള എല്ലാ CCTVകളും പരിശോധിക്കാൻ തുടങ്ങി. ആ കാറ് കണ്ടെത്തുവാനായിട്ട് ചിത്രദുർഗയും പരിസരവും കേന്ദ്രീകരിച്ച് പോലീസിന്റെ അന്വേഷണം പോകുന്ന സമയത്ത് മറ്റൊരു സംഭവം ഉണ്ടായി. ജൂൺ 10 വൈകുന്നേരം ഒരു 7 മണി ആയിട്ടുണ്ടാവും. ചിത്രദുർഗയിൽ നിന്നും ഒരു 196 കിലോമീറ്റർ ദൂരം പോയാൽ മറ്റൊരു സ്ഥലം വരും, കാമാക്ഷിപ്പാളയം. അവിടെ ഒരു പോലീസ് സ്റ്റേഷനുണ്ട്. അന്ന് വൈകിട്ട് കാമാക്ഷിപ്പാളയം പോലീസ് സ്റ്റേഷനിലേക്ക് 4 പേർ കടന്നു വരികയാണ്. അവരുടെ പേരുകൾ ഇതാണ്: രാഘവേന്ദ്ര, കാർത്തിക്, നിഖിൽ നായിക്ക്, പിന്നെ ഒരു കേശവ മൂർത്തി. ഈ 4 പേരും ആ സമയത്ത് ഡ്യൂട്ടിയിലുണ്ടായിരുന്ന പോലീസുകാരുടെ അടുത്തെത്തി ഒരു കുറ്റസമ്മതം നടത്തുകയാണ്. രേണുകാസ്വാമിയെ കൊലപ്പെടുത്തിയത് വേറെ ആരുമല്ല, ഞങ്ങളാണ്. ഇങ്ങനെ ഒരു കുറ്റസമ്മതം കേൾക്കുമ്പോൾ സ്വാഭാവികമായിട്ടും പോലീസ് ചോദിക്കുന്ന അടുത്ത ചോദ്യം ഇതാണ്: എന്തിനാണ് നിങ്ങൾ രേണുകാസ്വാമിയെ കൊലപ്പെടുത്തിയത്, അതും ഇത്ര ക്രൂരമായിട്ട്? അതിന് ഈ 4 പേരും കൊടുത്ത മറുപടി ഇതായിരുന്നു: രേണുകാസ്വാമിയും ഞങ്ങളും തമ്മിൽ പണം സംബന്ധമായിട്ട് ചില പ്രശ്നങ്ങളുണ്ടായിരുന്നു. അവൻ ഞങ്ങൾക്ക് കുറച്ച് പണം തരുവാനുണ്ടായിരുന്നു. ആ പണം മടക്കി ചോദിച്ചപ്പോൾ തരുവാനായിട്ട് സൗകര്യമില്ല, നിനക്ക് കഴിയുമെങ്കിൽ മേടിച്ചോ എന്നാണ് അവൻ പറഞ്ഞത്. ഇതും പറഞ്ഞ് ഞങ്ങൾ തമ്മിൽ വലിയ വഴക്കുണ്ടായി. അതിന്റെ അവസാനം ഒരു കൊലപാതകത്തിലാണ് കലാശിച്ചത്. എന്നാൽ ആ പോലീസുകാർക്ക് ഇവരുടെ കുറ്റസമ്മതം അത്ര വിശ്വസനീയമായിട്ട് തോന്നിയില്ല. കാരണം അവരുടെ ബോഡി ലാംഗ്വേജും മറ്റു കാര്യങ്ങളും അതാണ് പറയുന്നത്. ഇവരെന്തോ മറയ്ക്കുന്നുണ്ട്, അതും വളരെ സമർത്ഥമായിട്ട്. ആരെയോ രക്ഷിക്കുവാനാണ് ഈ കുറ്റവാളികൾ ശ്രമിക്കുന്നത്. ഈ കുറ്റവാളികൾ ഇപ്പോൾ പറഞ്ഞ കഥ അത് 100% കള്ളമാണെന്ന് അവർക്ക് മനസ്സിലായി. കാരണം ധാരാളം കുറ്റവാളികളുമായിട്ട് ഇടപഴകി പരിചയമുള്ള ആളുകളാണ് പോലീസുകാർ. മാത്രവുമല്ല, അവർക്ക് ചില സൈക്കോളജിയും അറിയാം. അവരുടെ പഠനത്തിന്റെ ഭാഗമാണതൊക്കെ. ഒരു ചെറിയ ഉദാഹരണം ഇതുമായിട്ട് ബന്ധപ്പെട്ട് ഞാൻ പറയാം. നമ്മളൊരു വാഹനം ഓടിച്ചു പോവുകയാണെന്ന് കരുതുക. ചിലപ്പോൾ നമ്മുടെ വണ്ടിയുടെ ഇൻഷുറൻസിന്റെ കാലാവധി കഴിഞ്ഞിട്ടുണ്ടാവും, അല്ലെങ്കിൽ പൊല്യൂഷൻ സർട്ടിഫിക്കറ്റ് എടുത്തിട്ടുണ്ടാവില്ല, വേറെ ചിലപ്പോൾ ലേശം മദ്യപിച്ചിട്ടുണ്ടാവും. എന്നാൽ നമ്മുടെ വണ്ടി ദൂരെ നിന്നും കാണുമ്പോഴേ പോലീസുകാർക്ക് മനസ്സിലാവും ഇവന്റെ ഭാഗത്ത് എന്തോ റോങ് ഉണ്ടെന്ന്. അവർ കൈ കാണിച്ച് വണ്ടി നിർത്തുകയും ചെയ്യും, ഊതിക്കുകയും ചെയ്യും, തരക്കേടില്ലാത്തൊരു പെറ്റിയും തരും. അവർക്ക് എങ്ങനെയാണ് ഇത്ര കൃത്യമായിട്ട് നമ്മുടെ ഭാഗത്ത് എന്തോ ഒരു മിസ്റ്റേക്ക് ഉണ്ടെന്ന് മനസ്സിലാവുന്നത്? അതൊരു സൈക്കോളജിയാണ്. നമ്മുടെ ഭാഗത്ത് തെറ്റുണ്ടെങ്കിൽ പോലീസിനെ കാണുമ്പോൾ അറിയാതെ നമ്മൾ വണ്ടി ഇടത്തോട്ടോ വലത്തോട്ടോ വെട്ടിക്കും. നമ്മുടെ ഈ ബോഡി ലാംഗ്വേജ് വെച്ച് അവർ കൃത്യമായിട്ടും പിടിക്കും, പെറ്റിയും തരും. ഞാനിങ്ങനെ പറഞ്ഞെന്ന് വിചാരിച്ച് ഇനി പോലീസിനെ കാണുമ്പോൾ ഇടത്തോട്ടും വലത്തോട്ടും വെട്ടിക്കാതെ മസിലും പിടിച്ച് ഗമയ്ക്കങ്ങ് രക്ഷപ്പെടാമെന്ന് വെച്ചാൽ അതും നടക്കില്ല. അവർക്ക് നമ്മളെ പിടികൂടുവാനായിട്ട് വേറെയും ബോഡി ലാംഗ്വേജ് ഉണ്ട്. അതിൻ്റെ ഒരു ഇരയാണ് ഞാനും. കഴിഞ്ഞ വേനൽക്കാലത്താണ് ചങ്ക് തകരുന്നൊരു അനുഭവമുണ്ടായി. നല്ല ചൂടായതുകൊണ്ട് ഷാപ്പിൽ പോയിട്ട് 2 ഗ്ലാസ് പനങ്കള്ളും കുടിച്ച് ഞാൻ വീട്ടിലിരിക്കുന്ന സമയമാണ്. അപ്പോഴാണ് ഒരു സ്ഥലം വരെ പോകേണ്ട ആവശ്യമുണ്ടായത്. പോകാതിരിക്കുവാനും പറ്റത്തില്ല. ബൈക്കുമെടുത്തങ്ങ് പോയി. പോകുന്ന വഴിക്ക് പോലീസ് ചെക്കിംഗ് ഉണ്ടായിരുന്നു. ഈ സൈക്കോളജിയൊക്കെ അരച്ച് കലക്കി കുടിച്ച ഞാനാകട്ടെ ഇടത്തോട്ടും വലത്തോട്ടും ഒന്നും വെട്ടിക്കാതെ വളരെ സാധാരണയായിട്ട് മുമ്പോട്ട് പോയി. പക്ഷെ അവർ കൈ കാണിച്ചു, വണ്ടി നിർത്തിച്ചു. ആഹാ, പാൻറ് ഷർട്ടുമൊക്കെ ഇട്ടിട്ടുണ്ടല്ലോ, ഒരു യാത്രയിലാണെന്ന് തോന്നുന്നല്ലോ, ശുഭയാത്ര. അതിനു മുമ്പായിട്ടൊന്ന് ഊതിയിട്ട് പൊക്കോളാൻ പോലീസുകാർ പറഞ്ഞു. ഞാൻ ഊതി. മിടുക്കൻ, അകത്തേക്ക് നീ നന്നായിട്ട് ഊതുന്നുണ്ടല്ലോ, മതി, ഇനി പുറത്തേക്ക് ഊത്, അല്ലെങ്കിൽ നീ ഇപ്പോൾ ഉടലോടെ മേലോട്ട് പോവും. ഞാൻ പുറത്തേക്ക് ഊതി. ആ മെഷീൻ ആവട്ടെ യാതൊരു കാര്യവുമില്ലാതെ അയ്യോ അയ്യോ എന്ന് കാറാനും തുടങ്ങി. എനിക്ക് പെറ്റിയും കിട്ടി. അതിൽ പിന്നെ ആ പണിക്ക് ഞാൻ പോയിട്ടില്ല. ഞാനിതിവിടെ പറയാനായിട്ട് കാരണം, നമ്മൾ എത്രയൊക്കെ അഭിനയിച്ചാലും നമ്മുടെ അടുത്ത് കള്ളത്തരമുണ്ടെങ്കിൽ ബോഡി ലാംഗ്വേജ് അത് വിളിച്ചു കൂവും. അതാണ് ഇവിടെ സംഭവിച്ചത്. ഈ 4 പേരും പറയുന്നത് ശുദ്ധ നുണയാണെന്ന് അവർക്ക് മനസ്സിലായി. പോലീസിന് സംശയം വർദ്ധിക്കുവാനുള്ള കാരണം ഇതാണ്: എന്തിനാണ് 200 കിലോമീറ്റർ ദൂരം കാറിൽ കൂട്ടിക്കൊണ്ടുവന്ന് കൊല ചെയ്യേണ്ടത്? മാത്രവുമല്ല, എല്ലാവരും കാണും വിധം ബോഡി പരസ്യമായിട്ടാണ് ഉപേക്ഷിച്ചതും. സാധാരണഗതിയിൽ കുറ്റവാളികൾ ഇങ്ങനെയല്ല ചെയ്യേണ്ടത്. അവർ ആ ബോഡി ആരും കാണാത്ത വിധം മറവ് ചെയ്യുവാനായിട്ട് ശ്രമിക്കും. എന്നാൽ ഇവിടെ നേരെ വിപരീതമാണ് സംഭവിച്ചത്. ഇവരുടെ ഈ കള്ളം പൊളിക്കുവാനായിട്ട് പോലീസ് ചെയ്ത കാര്യം ഇതാണ്: ഈ 4 പേരെയും വെവ്വേറെ മുറികളിലിരുത്തി. എന്നിട്ട് 4 പേരെയും ഒരേ സമയത്ത് ചോദ്യം ചെയ്തു. നിങ്ങൾക്ക് രേണുകാസ്വാമിയുമായിട്ടുള്ള പരിചയം എങ്ങനെയാണ്? എന്നാണ് നിങ്ങൾ അയാൾക്ക് പണം കൊടുത്തത്? എത്ര രൂപയാണ് കൊടുത്തത്? എത്ര മണിക്കാണ് നിങ്ങൾ ചിത്രദുർഗയിൽ പോയിട്ട് അയാളുമായിട്ട് മീറ്റ് ചെയ്തത്? ഏത് സമയത്താണ് നിങ്ങൾ തമ്മിൽ തർക്കവും വഴക്കും ഉണ്ടായത്? അയാളെ കൊലപ്പെടുത്തിയത് എപ്പോഴാണ്? അങ്ങനെ തുടങ്ങി നിരവധി ചോദ്യങ്ങൾ പോലീസ് ചോദിച്ചു. ഈ ചോദ്യങ്ങൾക്ക് ഓരോരുത്തരും കൊടുത്ത മറുപടി വ്യത്യസ്തമായിരുന്നു. മൊഴികളിലെ ഈ വൈരുദ്ധ്യം അവരെ കുടുക്കിയെന്ന് പറയാം. അതോടെ പോലീസ് അടുത്ത നടപടിയിലേക്ക് കടന്നു, അതായത് 3ാം മുറയിലേക്ക്. അധിക സമയമൊന്നും വേണ്ടി വന്നില്ല. അല്പസമയം കഴിഞ്ഞപ്പോൾ വേദന സഹിക്കുവാൻ കഴിയാതെ ഓരോരുത്തരും യാഥാർത്ഥ്യം കക്കുവാൻ തുടങ്ങി. അവരൊന്ന് വെളിപ്പെടുത്തിയ ആ കഥ കേട്ട് കാമാക്ഷിപ്പാളയത്തിലെ പോലീസ് ഓഫീസർമാർ ഞെട്ടിപ്പോയി. രേണുകാസ്വാമി കൊല്ലപ്പെട്ടതിന് പിന്നിലുള്ള കാരണം അതാണ് അവരെ ഞെട്ടിച്ചത്. അവിശ്വസനീയമായിട്ടുള്ള ഒന്നായിരുന്നു അത്. അത് വെച്ച് നോക്കിയാൽ ഇവർ ആദ്യം പറഞ്ഞ കഥ അത് പിന്നെയും വിശ്വസനീയമായിരുന്നു. ആ 4 പേരും അന്ന് പോലീസിന് മുൻപിൽ ഛർദ്ദിച്ച ആ കഥ അതിതാണ്.
രേണുകാസ്വാമിയെ തട്ടിക്കൊണ്ടുവരുവാനും പിന്നെ അയാളെ കൊലപ്പെടുത്തുവാനും അവരോട് ആവശ്യപ്പെട്ടത് ആ സമയത്ത് കന്നഡയിലെ സൂപ്പർ താരമായിരുന്ന ദർശനായിരുന്നു. ഈ 4 പേരും ദർശന്റെ ഫാൻ ക്ലബിലെ അംഗങ്ങളാണ്. ഏകദേശം ഒരു 10 ദിവസം മുൻപ് ഒരു ഫോട്ടോ അയാൾ ഞങ്ങൾക്ക് അയച്ചു തന്നു. ആ ഫോട്ടോയിൽ ഉണ്ടായിരുന്നത് രേണുകാസ്വാമി ആയിരുന്നു. ഇയാൾ എവിടെയാണെങ്കിലും കണ്ടുപിടിച്ച് തൻ്റെ അടുത്ത് കൂട്ടിക്കൊണ്ടുവരുവാനായിട്ട് ദർശൻ ഞങ്ങളോട് ആവശ്യപ്പെട്ടു. അതിന് പ്രകാരം ഞങ്ങൾ രേണുകാസ്വാമിയെ വളരെ തന്ത്രപൂർവ്വം കണ്ടെത്തുകയും അയാളെ ദർശന്റെ അടുത്ത് കൂട്ടിക്കൊണ്ടുവരികയും ചെയ്തു. അതിനുശേഷമാണ് ഈ കൊലപാതകം നടക്കുന്നത്. ഈ കൊലക്കുറ്റം ഞങ്ങളോട് ഏറ്റെടുക്കുവാനായിട്ട് ദർശൻ ആവശ്യപ്പെട്ടു. അതിന് പ്രതിഫലമായിട്ട് ഓരോരുത്തർക്കും 5 ലക്ഷം രൂപ നൽകാമെന്ന് പറഞ്ഞു. മാത്രവുമല്ല, ഞങ്ങൾ ജയിലിലായിരിക്കുന്ന സമയത്ത് ഞങ്ങളുടെ കുടുംബത്തിന്റെ ചെലവുകളും നോക്കാമെന്ന് പറഞ്ഞു. അങ്ങനെയാണ് ഞങ്ങൾ ഈ കൊലക്കുറ്റം ഏറ്റെടുത്തത്. രേണുകാസ്വാമിയെ കൊലപ്പെടുത്തിയതും ഈ ദർശൻ തന്നെയാണ്. ഇവരുടെ ഈ കുറ്റസമ്മതം കേട്ട പോലീസ് ആദ്യം വിചാരിച്ചത് ഇങ്ങനെയാണ്: ദർശന്റെ ഏതെങ്കിലും ശത്രുക്കളായിരിക്കും ഇവരെ പറഞ്ഞയച്ചിട്ടുണ്ടാവുക, അയാളുടെ പേര് കളങ്കപ്പെടുത്തുവാനായിട്ട്, അതുവഴി സിനിമാ ഫീൽഡിൽ നിന്നും ഔട്ടാക്കുവാൻ. ഈ സംശയം ഉണ്ടായിരുന്നതുകൊണ്ട് പോലീസ് വീണ്ടും കർക്കശമായിട്ട് അവരെ ചോദ്യം ചെയ്തു. പക്ഷേ എത്രയൊക്കെ ചോദ്യം ചെയ്തിട്ടും അവർക്ക് പറയുവാനുള്ളത് ഈ ഒരു കാരണം മാത്രമായിരുന്നു. ഒടുവിൽ പോലീസിന് സംശയമായി, ഇവർ പറയുന്നത് സത്യമായിരിക്കുമോ? അവരുടെ അന്വേഷണം ആ വഴിക്ക് നീണ്ടു. ഇവിടെ മറ്റൊരു പ്രശ്നമുണ്ട്. ദർശൻ ഒരു VIP ആണ്. മറ്റുള്ളവരെ പോലെ വേഗം പോയിട്ട് അറസ്റ്റ് ചെയ്ത് അയാളെ ചോദ്യം ചെയ്യുവാനൊന്നും കഴിയില്ല. ഈ ക്രൈമുമായിട്ട് അയാളെ ബന്ധിപ്പിക്കുവാനായിട്ട് ശക്തമായിട്ടുള്ള എവിഡൻസ് ഉണ്ടെങ്കിൽ മാത്രമാണ് ദർശനെ അറസ്റ്റ് ചെയ്യുവാനായിട്ട് കഴിയൂ. അതിനുവേണ്ടി പോലീസ് വിശദമായിട്ടുള്ള അന്വേഷണം ആരംഭിച്ചു. രേണുകാസ്വാമിയുടെ ജഡം കിടന്ന സ്ഥലം പോലീസ് അരിച്ചു പെറുക്കി. അവിടെ നിന്നും അവർക്ക് ഏതാനും തെളിവുകൾ കിട്ടുകയാണ്. അതുപോലെ കുറ്റസമ്മതം നടത്തിയ പ്രതികൾ പറഞ്ഞത് രേണുകാസ്വാമിയെ കൊലപ്പെടുത്തിയത് അവിടെ വെച്ചല്ല, മറിച്ച് മറ്റൊരു സ്ഥലത്ത് ഒരു ഷെഡിൽ വെച്ചാണെന്നാണ്. ആ ഷെഡും പോലീസ് അരിച്ചു പെറുക്കി. ഈ ഷെഡിലും അതുപോലെ ബോഡി കാണപ്പെട്ട സ്ഥലത്ത് നടത്തിയ അന്വേഷണത്തിൽ നിന്നും ദർശനെ ഈ ക്രൈമുമായിട്ട് ബന്ധിപ്പിക്കുവാൻ കഴിയുന്ന പ്രധാനപ്പെട്ട 3 തെളിവുകൾ പോലീസിന് കിട്ടുകയാണ്. ആ തെളിവുകൾ ഇവയൊക്കെയാണ്. പോലീസിന് ഒന്നാമതായിട്ട് കിട്ടിയ തെളിവിതായിരുന്നു: ഈ മർഡർ നടന്ന സമയത്ത് ദർശന്റെ സാന്നിധ്യം ആ പ്രദേശത്തുണ്ടായിരുന്നു. അയാളുടെ പേര് രജിസ്റ്റർ ചെയ്യപ്പെട്ട ഒരു കാറ് CCTVയിൽ പതിഞ്ഞിട്ടുണ്ട്. രണ്ടാമത് കിട്ടിയ തെളിവിതായിരുന്നു: ദർശൻ ഉപയോഗിച്ചിരുന്ന ഒരു ഷൂവ് ക്രൈം സീനിൽ നിന്നും, അതായത് ആ ഷെഡിൽ നിന്നും പോലീസിന് കിട്ടി. മൂന്നാമത്തെ തെളിവ് മൊബൈൽ നെറ്റ്വർക്ക് ആയിരുന്നു. ഈ സമയത്ത് ദർശന്റെ മൊബൈലും അതുപോലെ കൊല്ലപ്പെട്ട രേണുകാസ്വാമിയുടെ മൊബൈലും ഇപ്പോൾ കുറ്റസമ്മതം നടത്തിയ പ്രതികളുടെ മൊബൈലും ഒരേ സ്ഥലത്ത് വെച്ച്, അതായത് ഒരേ ടവറിന് കീഴിൽ വന്നിട്ടുണ്ട്. ഇതും കൂടാതെ പ്രതികളുടെ മൊബൈലിൽ നിന്നും കോൾ റെക്കോർഡുകളും പോലീസ് കണ്ടെടുത്തു. അത് വെച്ചൊരു ടൈം ലൈൻ ഉണ്ടാക്കുവാനായിട്ട് അവർക്ക് സാധിച്ചു. ഈ ടൈം ലൈനും അതുപോലെ മറ്റു തെളിവുകളും വിളിച്ചു പറയുന്നത് ആ 4 പ്രതികളും നടത്തിയ കുറ്റസമ്മതം സത്യമാണെന്നാണ്. കന്നഡത്തിലെ ടോപ്പ് ആക്ടർ ദർശൻ തുകുദീപയ്ക്ക് രേണുകാസ്വാമിയുടെ മരണത്തിൽ പങ്കുണ്ട്. പക്ഷേ അവിടെയും ഒരു ചോദ്യം അവശേഷിക്കുന്നു. ഒരു സാധാരണ മെഡിക്കൽ ഷോപ്പിലെ ജോലിക്കാരനായ രേണുകാസ്വാമിയെ എന്തിനാണ് സൂപ്പർ സിനിമാ താരം ദർശൻ തുകുദീപ കൊല ചെയ്യേണ്ടത്? അതിനുള്ള കാരണം എന്താണ്? ഇവർ തമ്മിലുള്ള പ്രശ്നം എന്താണ്? അതിനുത്തരം പറയുവാനായിട്ട് ഒരേ ഒരാൾക്ക് മാത്രമേ കഴിയൂ: ദർശന്. ഇനി കാത്തിരിക്കേണ്ട യാതൊരു കാര്യവുമില്ല. കാരണം അയാൾക്കെതിരായിട്ട് ധാരാളം തെളിവുകൾ കിട്ടിയിട്ടുണ്ട്. അതുകൊണ്ട് പോലീസ് അടുത്ത നടപടിയിലേക്ക് കടന്നു. മൈസൂരിലെ ഒരു ഹോട്ടലിൽ നിന്നും, കൃത്യമായിട്ട് പറയുകയാണെങ്കിൽ ഹോട്ടലിന് സമീപത്തുള്ള ഒരു ജിമ്മിൽ നിന്നും ജൂൺ 11-ാം തീയതി പോലീസ് ദർശനെ അറസ്റ്റ് ചെയ്തു. തൊട്ടു പിന്നാലെ ഈ ക്രൈമുമായിട്ട് ബന്ധപ്പെട്ട നിരവധി ആളുകളെ പോലീസ് അറസ്റ്റ് ചെയ്തു. ആകെ മൊത്തം നോക്കിയാൽ അവരുടെ എണ്ണം 18 പേരായിരുന്നു. അതിൽ ദർശന്റെ കാമുകിയും ഫേമസ് ഫിലിം ആക്ട്രസുമായ പവിത്ര ഗൗഡയും ഉൾപ്പെടും. മാത്രവുമല്ല, മുൻപ് പോലീസിന് കീഴടങ്ങിയ 4 പ്രതികൾ രേണുകാസ്വാമിയുടെ ജഡം ഒരു കാറിൽ കയറ്റിക്കൊണ്ടു പോകുന്ന ദൃശ്യവും പോലീസിന് കിട്ടി. കന്നഡത്തിലെ സൂപ്പർ താരത്തിന്റെ അറസ്റ്റ് വലിയ ചർച്ചാവിഷയമായിട്ട് നിൽക്കുന്ന അതേ സമയത്ത് തന്നെയാണ് മറ്റൊരു റിപ്പോർട്ടും പുറത്തേക്ക് വരുന്നത്. അത് രേണുകാസ്വാമിയുടെ പോസ്റ്റ്മോർട്ടം റിപ്പോർട്ടായിരുന്നു. പത്രങ്ങൾ വലിയ പ്രാധാന്യത്തോടെ അത് അച്ചടിച്ചു. അതിലുണ്ടായിരുന്ന കാര്യങ്ങൾ ഇതായിരുന്നു: രേണുകാസ്വാമിയുടെ ശരീരത്തിൽ മാരകമായിട്ടുള്ള 32ഓളം പരിക്കുകൾ ഉണ്ടായിരുന്നു. നമ്മൾ വീഡിയോയുടെ തുടക്കത്തിൽ പറഞ്ഞതുപോലെ ബ്രൂട്ടലായിട്ടുള്ള ഒരു കൊലപാതകമായിരുന്നു അത്. രേണുകാസ്വാമിയുടെ തലച്ചോറിന് ക്ഷതമേറ്റിരുന്നു. അയാളുടെ ശരീരത്തിലേറ്റ 32 പരിക്കുകളിൽ 4 എണ്ണം വളരെ മാരകമായിരുന്നു. ഏറ്റവും ഞെട്ടിക്കുന്ന കാര്യം, മെഗർ എന്നു പേരുള്ള ഒരു ഇലക്ട്രിക് ടീസർ ഉപയോഗിച്ച് അയാളുടെ ജനനേന്ദ്രിയത്തിൽ ഇവർ ഷോക്ക് കൊടുത്തിരുന്നു. ആ ഷോക്കേറ്റ നരകവേദന അനുഭവിച്ചാണ് രേണുകാസ്വാമി മരിച്ചത്. അതിനുശേഷം ആക്ടർ ദർശൻ അയാളുടെ ജനനേന്ദ്രിയത്തിൽ മാരകമായിട്ട് ചവിട്ടിയിരുന്നു. ആ ചവിട്ടേറ്റാണ് രേണുകാസ്വാമി കൊല്ലപ്പെട്ടത് എന്നാണ് 4 പേരും പോലീസിനോട് പറഞ്ഞത്. സകല സോഷ്യൽ മീഡിയയിലും ഈ സംഭവം വലിയൊരു ചർച്ചാവിഷയമായിട്ട് മാറി. അറസ്റ്റിലായ 18 പേരെയും പോലീസ് വിശദമായിട്ട് ചോദ്യം ചെയ്തു. അവരിൽ നിന്നും കിട്ടിയ ആ ഉത്തരങ്ങളെല്ലാം കൂട്ടിച്ചേർത്തപ്പോൾ പോലീസിന് വലിയൊരു ഉത്തരം കിട്ടി: രേണുകാസ്വാമിയുടെ മരണത്തിന് പിന്നിലെ യഥാർത്ഥ കാരണം എന്താണെന്ന ഉത്തരം. ഈ ക്രൈം നടക്കുവാനുള്ള കാരണം അമിതമായിട്ടുള്ള താരാരാധനയും അതുപോലെ സോഷ്യൽ മീഡിയയുമായിരുന്നു. ശരിക്കും പറഞ്ഞാൽ കന്നഡ സിനിമയിലെ ഒരു സൂപ്പർ താരമായിരുന്നു ദർശൻ. കിച്ച സുദീപിനൊപ്പം ഇൻഡസ്ട്രി ഭരിച്ചിരുന്നയാൾ. ഒരുപക്ഷെ അതിനു മുകളിൽ ഏകദേശം 60ഓളം ചിത്രങ്ങളിൽ അഭിനയിച്ചു. അതിൽ മിക്കതും വിജയമായിരുന്നു.
പണംവാരി പടങ്ങളായിരുന്നു. സിനിമയിൽ ആദർശ പുരുഷനായിരുന്നുവെങ്കിലും യഥാർത്ഥ ജീവിതത്തിൽ ദർശൻ ഒരു വില്ലനായിരുന്നു. കഴിഞ്ഞ 2011 മുതൽ ഇയാളുടെ പേരിൽ നിരവധി ആരോപണങ്ങൾ ഉയർന്നിട്ടുണ്ട്. ദർശൻ വിവാഹിതനാണ്. ഭാര്യയുടെ പേര് വിജയലക്ഷ്മി. ഇവർക്ക് 15 വയസ്സുള്ള ഒരു മകനുമുണ്ട്. ദർശനെതിരായിട്ട് പോലീസ് സ്റ്റേഷനിൽ പലതവണ പരാതി കൊടുത്തിട്ടുള്ളവരിൽ ഏറ്റവും പ്രധാനി ഈ വിജയലക്ഷ്മിയാണ്. തന്നെ സ്ഥിരമായിട്ട് ഭർത്താവ് ദേഹോപദ്രവം ചെയ്യാറുണ്ടെന്ന് ഇവർ പലതവണ പോലീസിൽ പരാതിപ്പെട്ടിട്ടുണ്ട്. 2011 ഒരു സംഭവം ഉണ്ടായി. വിജയലക്ഷ്മിയെ ദർശൻ ചെരിപ്പൂരി മാരകമായിട്ട് അടിച്ചു. അതും കൂടാതെ സിഗരറ്റ് അവരുടെ കവിളിൽ കുത്തിക്കെടുത്തുകയും ചെയ്തു. ഒരു സാഡിസ്റ്റ് ആയിരുന്നു അയാൾ. ഈ കേസിൽ 28 ദിവസത്തോളം ദർശന് ജയിലിൽ കിടക്കേണ്ടിയും വന്നിട്ടുണ്ട്. അതും കൂടാതെ ഒരു ഹോട്ടലിൽ താമസിക്കുന്ന സമയത്ത് അവിടെയുള്ള വെയിട്രസിനോട് അപമര്യാദയായിട്ട് പെരുമാറിയെന്ന പരാതിയും ഇയാൾക്ക് നേരെ വന്നിട്ടുണ്ട്. സിനിമയിലെ ഹീറോ യഥാർത്ഥ ജീവിതത്തിൽ വില്ലനായിരുന്നു. അങ്ങനെ ഇരിക്കുമ്പോഴാണ് ദർശന്റെ ജീവിതത്തിൽ ഒരു സംഭവം ഉണ്ടായത്. അതാണ് ഈ ക്രൈമിന് കാരണമായതും. ഭാര്യ വിജയലക്ഷ്മിയുമായിട്ട് സ്വരച്ചേർച്ചയില്ലാത്തതുകൊണ്ട് രണ്ടുപേരും പിരിഞ്ഞാണ് താമസിക്കുന്നത്. ഇതിനിടയിൽ ദർശൻ മറ്റൊരു ബന്ധം കണ്ടെത്തി. അതൊരു സിനിമാ നടിയായിരുന്നു. അവരുടെ പേര് പവിത്ര ഗൗഡ. ഈ പവിത്ര ഗൗഡയും ഒരു ഡിവോഴ്സിയാണ്. അവർക്കും ഒരു മകളുണ്ട്. വൈകാതെ ഇരുവരും ഒരുമിച്ചായ താമസം, വിവാഹം കഴിക്കാതെ ഒരുമിച്ചുള്ള ജീവിതം, ഒരു ലിവിങ് ടുഗദർ റിലേഷൻഷിപ്പ്. ജീവിതം അങ്ങനെ മുൻപോട്ട് പോകുമ്പോഴാണ് പവിത്ര ഗൗഡ ഒരു ദിവസം ഒരു കാര്യം ചെയ്യുന്നത്. തന്റെ ഇൻസ്റ്റഗ്രാം പേജിൽ അവർ ഒരു വീഡിയോ പോസ്റ്റ് ചെയ്തു. ദർശനും പവിത്രയും പിന്നെ അവരുടെ മകളും ഒരുമിച്ചുള്ള ഒരു വീഡിയോ ആയിരുന്നു അത്. എന്നാൽ ഈ പോസ്റ്റിന് പവിത്ര ഗൗഡ ഉദ്ദേശിച്ചതുപോലെ പോസിറ്റീവായിട്ടുള്ള പ്രതികരണമായിരുന്നില്ല ലഭിച്ചത്. കൂടുതലും നെഗറ്റീവ് കമന്റുകളായിരുന്നു അതിനടിയിൽ വന്നത്. ദർശന്റെ ആരാധകർ പവിത്ര ഗൗഡയെ കണ്ണുമടച്ച് തെറി വിളിച്ചു എന്ന് പറയാം. നീ കാരണമാണ് ദർശനും വിജയലക്ഷ്മിയും വേർപിരിഞ്ഞ് ജീവിക്കുന്നത്. നീ ഒറ്റ ഒരാളാണ് അവരുടെ കുടുംബം തകർത്തത്. നീ ഇല്ലായിരുന്നുവെങ്കിൽ അവരിപ്പോൾ സുഖമായിട്ട് ജീവിച്ചേനെ. അങ്ങനെ പോയി കമന്റുകൾ. പവിത്ര ഗൗഡയുടെ ആ പോസ്റ്റിന് കീഴിൽ അവർക്കെതിരായിട്ട് കമന്റുകൾ ചെയ്തവരിൽ ഏറ്റവും പ്രധാനി ഈ രേണുകാസ്വാമി ആയിരുന്നു. രേണുകാസ്വാമി ദർശന്റെ കടുത്ത ആരാധകനാണ്. അതുകൊണ്ടാണ് അയാൾ ഇങ്ങനെ ചെയ്തത്. രേണുകാസ്വാമി ആ പോസ്റ്റിന് കീഴിൽ മാത്രമല്ല, പവിത്ര ഗൗഡയുടെ മറ്റ് പോസ്റ്റുകൾക്ക് കീഴിലും പോയിട്ട് നിരന്തരമായിട്ട് അസഭ്യം പറഞ്ഞു. ദിവസങ്ങൾ മുൻപോട്ട് പോകും തോറും അയാൾ അതിർവരമ്പുകൾ ലംഘിക്കുവാൻ തുടങ്ങി. ഇത്രയും നാൾ വരെ പോസ്റ്റിന് കീഴിൽ മാത്രം തെറി പറഞ്ഞിരുന്ന രേണുകാസ്വാമി അവർക്ക് പ്രൈവറ്റായിട്ട് മെസ്സേജ് അയക്കുവാൻ തുടങ്ങി. ആ മെസ്സേജിലെല്ലാം അസഭ്യ വർഷങ്ങളായിരുന്നു. അതുകൊണ്ടും തീർന്നില്ല. അയാൾ മറ്റൊരു കാര്യം കൂടി ചെയ്തു. അശ്ലീല ചിത്രങ്ങൾ അവർക്ക് അയക്കുവാൻ തുടങ്ങി. അതിൽ സ്വന്തം നഗ്ന ഫോട്ടോയും ഉൾപ്പെടും. പോലീസിന്റെ അന്വേഷണത്തിൽ പിന്നീട് തെളിഞ്ഞ ചില കാര്യങ്ങൾ കൂടിയുണ്ട്. രേണുകാസ്വാമി പവിത്ര ഗൗഡയ്ക്ക് മാത്രമായിരുന്നില്ല ഇത്തരം ചിത്രങ്ങൾ അയച്ചിരുന്നത്. വേറെയും നിരവധി സ്ത്രീകൾക്ക്, പ്രത്യേകിച്ചും സെലിബ്രിറ്റികൾക്ക് അയാൾ ഇത്തരം ചിത്രങ്ങൾ അയക്കുമായിരുന്നു. നിരന്തരമായിട്ടുള്ള ഈ ആക്ഷേപം കണ്ട് സഹികേട്ട പവിത്ര ഗൗഡ രേണുകാസ്വാമിയെക്കുറിച്ച് പവിത്രനോട് പറയുകയാണ്. അയാൾ എന്തെങ്കിലും ചെയ്യണമെന്ന് അവർ ആവശ്യപ്പെട്ടു. ശരിക്കും പറഞ്ഞാൽ ഈ ക്രൈം നടക്കുവാനുള്ള ഒരു ട്രിഗർ അത് പവിത്ര ഗൗഡയായിരുന്നു. കാര്യങ്ങളെല്ലാം അറിഞ്ഞ ദർശൻ വളരെ കോപാകുലനായി. അതൊരു വല്ലാത്ത കോപമായിരുന്നു. രേണുകാസ്വാമിയെ കൊല ചെയ്യുവാനായിരുന്നു ദർശൻ തീരുമാനിച്ചത്. അത്രയ്ക്കും ക്രൂരമായിട്ടുള്ളൊരു നടപടിയിലേക്ക് പോകേണ്ട ആവശ്യം ദർശനും ഉണ്ടായിരുന്നില്ല. അയാൾക്ക് നിസ്സാരമായിട്ട് നിയമപരമായിട്ട് നേരിടാവുന്ന ഒരു കേസ് മാത്രമായിരുന്നു ഇത്. ദർശനെ പോലെയുള്ളൊരു VIP രേണുകാസ്വാമിക്കെതിരായിട്ട് പരാതി കൊടുത്താൽ പോലീസ് വളരെ കാര്യക്ഷമമായിട്ട് ഇടപെടും. ഈ ശല്യം അതോടെ അവസാനിക്കുകയും ചെയ്യുമായിരുന്നു. എന്നാൽ കാമുകിയുടെ വാക്ക് കേട്ട് കലി കയറിയ ദർശന്റെ ചിന്ത പോയത് അങ്ങനെയല്ല. അതിന്റെ ആദ്യപടിയായിട്ട് ദർശൻ ചെയ്ത കാര്യം ഇതാണ്. അയാൾ രേണുകാസ്വാമിയുടെ ഇൻസ്റ്റഗ്രാം അക്കൗണ്ട് തന്റെ ഫാൻ ക്ലബിന്റെ പ്രസിഡന്റായ രാഘവേന്ദ്രയ്ക്ക് കൈമാറി. എന്നിട്ട് ഇവൻ എവിടെയുണ്ടെങ്കിലും അവനെ കണ്ടെത്തി തന്റെ അടുത്തേക്ക് കൊണ്ടുവരുവാനായിട്ട് ആവശ്യപ്പെട്ടു. രാഘവേന്ദ്ര ഈ കാര്യം തന്റെ കൂട്ടുകാരായ, അതായത് ഇതേ ഫാൻ ക്ലബിലുള്ള കാർത്തിക്കിനോടും നിഖിൽ നായക്കിനോടും കേശവ മൂർത്തിയോടും പറഞ്ഞു. അവർ 4 പേരും ദർശൻ പറഞ്ഞത് അതുപോലെ അനുസരിച്ചു. കാരണം അവരുടെ ആരാധനാ മൂർത്തിയാണ്, അവരുടെ തലവനാണ് പറയുന്നത്. അനുസരിക്കാതിരിക്കുന്നത് എങ്ങനെയാണ്? രാഘവേന്ദ്രയും കൂട്ടരും രേണുകാസ്വാമിയെ കൊടുക്കുവാനായിട്ടൊരു പ്ലാൻ കണ്ടെത്തി. അതിങ്ങനെയാണ്. അവർ ഒരു ഇൻസ്റ്റഗ്രാം അക്കൗണ്ട് ക്രിയേറ്റ് ചെയ്തു. എന്നിട്ട് അതുവഴി രേണുകാസ്വാമിയുമായിട്ട് ചാറ്റ് ചെയ്തു. മെല്ലെ മെല്ലെ അയാളുമായിട്ടൊരു സൗഹൃദം സ്ഥാപിച്ചു. എന്നിട്ട് രാഘവേന്ദ്ര ചോദിച്ചു, നിങ്ങൾ ആക്ടർ ദർശന്റെ വലിയ ആരാധകനല്ലേ? നിങ്ങളുടെ കമന്റുകൾ ഞാൻ കാണുന്നുണ്ട്. യഥാർത്ഥത്തിൽ ഞാൻ ദർശന്റെ മാനേജറാണ്. പറയുക മാത്രമല്ല, ദർശനുമൊത്ത് അയാൾ നിൽക്കുന്ന ഏതാനും ചിത്രങ്ങളും അയച്ചു കൊടുത്തു. ഇത് കണ്ടപ്പോൾ രേണുകാസ്വാമിക്ക് വലിയ വിശ്വാസമായി. അങ്ങനെ ഇരിക്കെ ഒരു ദിവസം രാഘവേന്ദ്ര രേണുകാസ്വാമിയോട് ചോദിക്കുകയാണ്, നിങ്ങൾക്ക് ദർശനെ കാണുവാനായിട്ട് ആഗ്രഹമുണ്ടോ? ആഗ്രഹമുണ്ടെങ്കിൽ അതിനുള്ള ഏർപ്പാടുകൾ ഞാൻ ചെയ്യാം. ദർശന്റെ കടുത്ത ആരാധകനായ രേണുകാസ്വാമി ഇത് കേട്ടത് സന്തോഷം കൊണ്ട് തുള്ളിച്ചാടിയെന്ന് പറയാം. അയാൾ തന്റെ ഡ്രീം സ്റ്റാറിനെ കാണുവാനായിട്ട് ആഗ്രഹമുണ്ടെന്ന് പറഞ്ഞു. അതിനുള്ള ഏർപ്പാടുകൾ ഞങ്ങൾ ചെയ്തു കൊള്ളാമെന്ന് രാഘവേന്ദ്രയും പറഞ്ഞു. അങ്ങനെ രേണുകാസ്വാമി എന്ന ഇര അവർ വിരിച്ച വലയിൽ വീഴുകയാണ്. അങ്ങനെ ആ ദിവസം നിശ്ചയിക്കപ്പെട്ടു. ചിത്രദുർഗയെ രാഘവേന്ദ്രയുടെയും കൂട്ടരുടെയും കാർ വന്നു. വളരെ സന്തോഷത്തോടെ രേണുകാസ്വാമി ആ കാറിൽ കയറി. അല്പസമയത്തിനുള്ളിൽ തന്റെ പ്രിയപ്പെട്ട താരത്തെ നേരി കാണുവാൻ പോകുന്നു എന്ന സന്തോഷമായിരുന്നു അയാൾക്ക്. ഈ ദൃശ്യങ്ങളെല്ലാം CCTVയിൽ നിന്നും പോലീസിന് കിട്ടിയിട്ടുണ്ട്.
എന്നാൽ രേണുകാസ്വാമിയുടെ സന്തോഷം അസ്തമിക്കുവാനായിട്ട് അധിക സമയമൊന്നും വേണ്ടി വന്നില്ല. ചിത്രദുർഗയിൽ നിന്നും കാർ പുറപ്പെട്ട അല്പസമയം കഴിഞ്ഞപ്പോൾ വാഹനത്തിന്റെ ഉള്ളിലുണ്ടായിരുന്നവരുടെ ഭാവം മാറി. ആ 4 പേരും കാറിന്റെ ഉള്ളിലിട്ട് തന്നെ രേണുകാസ്വാമിയെ മാരകമായിട്ട് മർദ്ദിക്കുവാൻ തുടങ്ങി. ഞങ്ങളുടെ തലവന്റെ കാമുകിക്ക് നീ മോശം സന്ദേശം അയക്കുമല്ലേ, അവർക്ക് അശ്ലീല മെസ്സേജുകൾ അയക്കുമല്ലേ, ഇതൊക്കെ എണ്ണി പറഞ്ഞ് ചോദിച്ചുകൊണ്ടായിരുന്നു മർദ്ദനം. വൈകാതെ മുൻകൂട്ടി നിശ്ചയിച്ച ആ ഷെഡിലേക്ക് കാർ എത്തിച്ചേരുകയാണ്. ഷെഡിന്റെ ഉള്ളിലേക്ക് 4 പേരും ചേർന്ന് രേണുകാസ്വാമിയെ വലിച്ചുകൊണ്ടുപോയി അവിടെയിട്ട് വീണ്ടും ക്രൂരമായിട്ട് മർദ്ദിച്ചു. അങ്ങനെ സമയം മുൻപോട്ട് പോവുകയാണ്. അർദ്ധരാത്രി കഴിഞ്ഞപ്പോൾ ആ ഷെഡിന്റെ മുൻപിലേക്ക് മറ്റൊരു വാഹനം വന്നു. അതിൽ നിന്നും ചലഞ്ചിങ് സ്റ്റാർ ദർശനും അയാളുടെ വെപ്പാട്ടിയായ പവിത്ര ഗൗഡയും ഇറങ്ങി. തന്റെ ആരാധനാമൂർത്തിയെ ഈ ഒരു അവസ്ഥയിൽ കാണുമെന്ന് ഒരിക്കലും രേണുകാസ്വാമി വിചാരിച്ചു പോലും കാണില്ല. ഒരു കണക്കിൽ നോക്കിയാൽ അയാൾ ഒരു മണ്ടനായിരുന്നു എന്ന് വേണം പറയുവാൻ. കാരണം രേണുകാസ്വാമിക്ക് വളരെ വ്യക്തമായിട്ടും അറിയാം താൻ ദർശന്റെ കാമുകിക്ക് അശ്ലീല സന്ദേശങ്ങൾ അയക്കുന്നുണ്ട് എന്ന കാര്യം. അങ്ങനെയുള്ള തന്നെ, അതും വെറും ഒരു മെഡിക്കൽ സ്റ്റോർ ജീവനക്കാരനായ തന്നെ ഉയർന്ന താരപദവിയിലുള്ള ഒരു ആക്ടറെ കാണുവാനായിട്ട് സമ്മതിച്ചു എന്ന് കേൾക്കുമ്പോൾ തന്നെ അയാൾ അവിടെ അപകടം മണക്കേണ്ടതായിരുന്നു. എന്നാൽ അയാളുടെ ഉള്ളിലുള്ള അമിതമായ താരാരാധന അതിന് സമ്മതിച്ചില്ല. അതാണ് സത്യം. ഷെഡിന്റെ ഉള്ളിലേക്ക് കയറി വന്നതും ദർശൻ തന്റെ ബെൽറ്റ് ഊരി രേണുകാസ്വാമിയെ ക്രൂരമായിട്ട് അടിക്കുവാൻ തുടങ്ങി. അതിനുശേഷം രേണുകാസ്വാമിയെ അടിച്ച് നിലത്തിട്ട് അയാളുടെ വർമ്മഭാഗത്ത് ചവിട്ടി. ആ ചവിട്ടേറ്റ് രേണുകാസ്വാമിയുടെ പ്രൈവറ്റ് പാർട്ട് തകർന്നു പോയെന്ന് പറയാം. ദർശന്റെ കലി അടങ്ങിയതും അടുത്ത ഊഴം പവിത്ര ഗൗഡയുടെ ആയിരുന്നു. അവർ മുൻപോട്ട് വന്ന് തന്റെ ചെരുപ്പൂരി രേണുകാസ്വാമിയെ തലങ്ങും വിലങ്ങും അടിക്കുവാൻ തുടങ്ങി. ആ സമയത്ത് ആ ഷെഡിൽ കൊല്ലപ്പെട്ട രേണുകാസ്വാമിയെ കൂടാതെ 10ഓളം പേർ വേറെയും ഉണ്ടായിരുന്നു എന്ന് പറയുന്നു. അപ്പോഴേക്കും ജീവൻ പോകാറായ രേണുകാസ്വാമിയെ വലിച്ചുയർത്തി ദർശന്റെ കടുത്ത ആരാധകനായ ഒരു അനുയായി ഒരു കാര്യം ചെയ്തു. അയാളുടെ തല പിടിച്ച് ചുമരി ശക്തമായിട്ടിടിച്ചു. അതും ഒന്നല്ല, പലവട്ടം. ആ ചുവരിൽ നിന്നും ഒരു ആണി പുറത്തേക്ക് തള്ളി നിൽപ്പുണ്ടായിരുന്നു. ആ ആണിയിലാണ് അയാളുടെ തല ശക്തമായിട്ടിടിച്ചത്. തലയിൽ കാണപ്പെട്ട ദ്വാരങ്ങൾക്ക് കാരണം ഈ ആക്രമണമായിരുന്നു. രേണുകാസ്വാമി നിലത്തേക്ക് കുഴഞ്ഞു വീണു. അതിനുശേഷമാണ് ഇലക്ട്രിക് ടീസർ പ്രയോഗം നടത്തിയത്. അയാളുടെ പ്രൈവറ്റ് പാർട്ടിൽ അവർ ഇലക്ട്രിക് ടീസർ ഉപയോഗിച്ച് ഷോക്ക് കൊടുത്തു. ആ ഷോക്കേറ്റ് പിടഞ്ഞാണ് രേണുകാസ്വാമി മരിച്ചത്. തന്റെ ആരാധകന്റെ മരണം ആസ്വദിച്ചുകൊണ്ട് നിൽക്കുകയായിരുന്നു ചലഞ്ചിങ് സ്റ്റാർ ദർശൻ. ഒടുവിൽ രേണുകാസ്വാമി കൊല്ലപ്പെട്ടു എന്നും മനസ്സിലായതും ദർശനും പവിത്ര ഗൗഡയും കൂടെയുള്ളവരോട് ഇങ്ങനെ പറഞ്ഞു: ഈ ജഡം എവിടെയെങ്കിലും കൊണ്ടുപോയിട്ട് കളയുക, ആരും ഇതേക്കുറിച്ച് അറിയുവാനായിട്ട് പാടില്ല. അതിനായിട്ട് 30 ലക്ഷം രൂപ അവിടെ വെച്ച് തന്നെ അവർക്ക് കൈമാറി. ഈ അനുയായികളാകട്ടെ ആ പണവും വാങ്ങിയിട്ട് രേണുകാസ്വാമിയുടെ ജഡം കാറിൽ കയറ്റിക്കൊണ്ടുപോയി. അല്പദൂരം ഇവരുടെ പിന്നാലെ ദർശന്റെ കാറും ഉണ്ടായിരുന്നു. ഇതും CCTVയിൽ പതിഞ്ഞിട്ടുണ്ട്. അതിനുശേഷം അയാളുടെ കാർ മറ്റൊരു വഴിക്കും അതുപോലെ അനുയായികളുടെ കാർ മറ്റൊരു വഴിക്കും പോയി. മഗഡി റോഡിലൂടെ അങ്ങനെ പോകുമ്പോഴാണ് സുമനഹള്ളി പാലവും അതിന്റെ കീഴിലൂടെ ഒഴുകുന്ന അഴുക്കുചാലും അവർ കണ്ടത്. പിന്നെ ഒന്നും ആലോചിച്ചില്ല, മുന്നും പിന്നും നോക്കാതെ ആ ജഡം അവിടെ ഡംപ് ചെയ്തു. ഈ ക്രൈം വിശദമായിട്ട് പഠിക്കുമ്പോൾ നമുക്കൊരു കാര്യം മനസ്സിലാവും: ഈ കുറ്റവാളികളെല്ലാവരും തിരുമണ്ടന്മാരാണ്. പോലീസിന് അന്വേഷിച്ചു വരുവാനുള്ള എല്ലാ തെളിവുകളും അവശേഷിപ്പിച്ചുകൊണ്ടാണ് ഈ ക്രൈം അവർ ചെയ്തിട്ടുള്ളത്. സോഷ്യൽ മീഡിയ കമ്മ്യൂണിക്കേഷനും അതുപോലെ CCTV ഫൂട്ടേജുകളും എല്ലാവരും കാണുന്ന വിധം മൃതദേഹം ഉപേക്ഷിച്ചതും അങ്ങനെ ഏതെടുത്ത് നോക്കിയാലും ഇവർ ചെയ്തതും മുഴുവനും മണ്ടത്തരങ്ങളായിരുന്നു. അതിന് കാരണം ഇവരാരും കറകളഞ്ഞ കുറ്റവാളികളല്ല, ഫാൻ ക്ലബിലുള്ള കുറച്ച് ചെറുപ്പക്കാർ മാത്രമാണ്. അവർക്കതിനുള്ള ബുദ്ധിയേ ഉണ്ടാവൂ. ദർശന്റെ കാര്യം എടുക്കുകയാണെങ്കിലും കഥ വ്യത്യസ്തമല്ല. എങ്കിലും അയാൾക്കൊരു ആത്മവിശ്വാസം ഉണ്ടായിരുന്നു, താൻ ചെയ്യുന്ന തെറ്റുകളെ പണം കൊണ്ട് മൂടി മറയ്ക്കാമെന്ന്. ഇതിനു മുൻപും അയാൾ അങ്ങനെ ചെയ്തിട്ടുണ്ട്. എന്നാൽ ഇക്കുറി കാര്യങ്ങളെല്ലാം തലകീഴായിട്ട് മറിഞ്ഞു. ഇത്തവണ ഈ കേസ് അന്വേഷിച്ച പോലീസ് ഓഫീസർമാർ വളരെ സത്യസന്ധരായിരുന്നു. ദർശനെയും കൂട്ടരെയും അറസ്റ്റ് ചെയ്ത ശേഷവും അവരുടെ അന്വേഷണം അവിടെ അവസാനിച്ചില്ല. ഇത്ര ക്രൂരമായിട്ടുള്ളൊരു കൊലപാതകം, അതും പിടിക്കപ്പെടുവാനുള്ള എല്ലാ സാധ്യതയും ഉണ്ട് എന്ന് അറിഞ്ഞിട്ടും അയാൾ ചെയ്യണമെങ്കിൽ ചലഞ്ചിങ് സ്റ്റാറിന്റെ ഉള്ളിൽ ഒരു ക്രിമിനൽ ഒളിഞ്ഞിരിപ്പുണ്ട്. ആ ക്രിമിനൽ ചെയ്ത ആദ്യത്തെ കൊലപാതകമായിരിക്കില്ല ഇത്. ഒരു പക്ഷേ ഇതിനു മുൻപും ഇങ്ങനെ ഒരു ക്രൈം അയാൾ ചെയ്തിരിക്കുവാനുള്ള സാധ്യതയുണ്ട്. അതോടെ പോലീസിന്റെ അന്വേഷണം ആ വഴിക്കായി. ആ അന്വേഷണത്തിൽ നിന്നും അവർ കണ്ടെത്തിയത് ഞെട്ടിക്കുന്ന ചില കാര്യങ്ങളായിരുന്നു. ഏതാനും വർഷങ്ങൾക്ക് മുമ്പ് ദർശന് ശ്രീധർ എന്നു പേരുള്ളൊരു മാനേജർ ഉണ്ടായിരുന്നു. ഒരു ദിവസം ദർശന്റെ ഫാം ഹൗസിൽ ഈ ശ്രീധർ ആത്മഹത്യ ചെയ്ത നിലയിൽ കാണപ്പെടുകയാണ്. മരിക്കും മുൻപ് ശ്രീധർ ഒരു കത്ത് എഴുതി വെച്ചിരുന്നു. ആ കത്തിലുള്ള കാര്യം ഇതായിരുന്നു: ഇനി എനിക്ക് മുൻപോട്ട് ജീവിക്കുവാനായിട്ട് ആഗ്രഹമില്ല, എനിക്കാരുമില്ല, അതുകൊണ്ട് ഞാൻ പോവുകയാണ്. എൻ്റെ മരണത്തിൽ മറ്റാർക്കും പങ്കില്ല. ഈ കാരണം പറഞ്ഞുകൊണ്ട് എൻ്റെ കുടുംബത്തെ പോലീസുകാർ ശല്യം ചെയ്യരുത്. ഇതായിരുന്നു ആ കത്തിൽ ഉണ്ടായിരുന്നത്. ഈ കേസും ആ കേസും കൂട്ടിച്ചേർത്ത് വായിക്കുമ്പോൾ തന്നെ നമുക്ക് മനസ്സിലാവും വളരെ സംശയാസ്പദമായിട്ടുള്ളൊരു മരണമായിരുന്നു ശ്രീധറിൻ്റെ എന്ന്. ശ്രീധർ ആത്മഹത്യ ചെയ്യും മുൻപ് ദർശന് മറ്റൊരു മാനേജർ ഉണ്ടായിരുന്നു. അയാളുടെ പേരാണ് മല്ലികാർജുൻ. കഴിഞ്ഞ 2018 മുതൽ മല്ലികാർജുൻ അപ്രത്യക്ഷനായി. അയാൾ എവിടെ പോയെന്ന് ആർക്കും അറിയില്ല. ഈ കഴിഞ്ഞ 7 വർഷമായിട്ട് അയാളെക്കുറിച്ച് യാതൊരു അറിവുമില്ല. അന്വേഷണത്തിൽ വെളിപ്പെട്ടു വന്ന എല്ലാ കാര്യങ്ങളും കർണാടക പോലീസ് മീഡിയയ്ക്ക് കൈമാറി. അവരിത് വലിയ പ്രാധാന്യത്തോടെ പബ്ലിഷ് ചെയ്തു.
ഒരു കാര്യത്തിൽ കർണാടക പോലീസിനെ നമുക്ക് അഭിനന്ദിക്കാതിരിക്കുവാനായിട്ട് കഴിയില്ല. ദർശൻ ഒരു VIP ആണ്. ഇട്ട് മൂടുവാനായിട്ട് പണവുമുണ്ട്. ഉന്നത തലങ്ങളിൽ വലിയ ബന്ധവുമുണ്ട്. എന്നിട്ടും അവരുടെ അന്വേഷണം മന്ദഗതിയിലായില്ല. ക്രൈം നടന്ന വെറും 2 ദിവസത്തിന്റെ ഉള്ളിൽ കുറ്റവാളികളെ അവർ ചേസ് ചെയ്ത് പിടികൂടി ദർശനെ അറസ്റ്റും ചെയ്തു. ദർശന്റെ അറസ്റ്റ് സെലിബ്രിറ്റികൾക്കിടയിൽ വലിയ ഞെട്ടലാണ് ഉണ്ടാക്കിയത്. നിരവധി ആക്ടേഴ്സും ഡയറക്ടേഴ്സും ഇതിനെ അപലപിച്ചു. മാത്രവുമല്ല, മിനിസ്റ്റർ സിദ്ധരാമയ്യ ഒരു കാര്യം എടുത്തു പറഞ്ഞു. ദർശൻ എത്ര വലിയ സെലിബ്രിറ്റി ആണെങ്കിലും VIP ആണെങ്കിലും നിയമം എല്ലാവർക്കും ഒന്നുപോലെയാണ്. ആർക്കും അതിൽ യാതൊരു ഇളവുമില്ല. അയാൾക്ക് വാങ്ങിക്കൊടുക്കാവുന്നതിന്റെ പരമാവധി ശിക്ഷ വാങ്ങിക്കൊടുക്കും. ഈ കേസിന്റെ വിചാരണ ഇപ്പോഴും കോടതിയിൽ നടന്നുകൊണ്ടിരിക്കുകയാണ്. സ്വാഭാവികമായിട്ടും ദർശന്റെ അഡ്വക്കേറ്റ്സുമാർ അയാൾക്ക് വേണ്ടി ശക്തിയുക്തമായിട്ട് വാദിക്കും. അവർ മുൻപോട്ട് വെച്ച വാദങ്ങൾ ഇങ്ങനെയായിരുന്നു. CCTV ദൃശ്യങ്ങൾ, അതായത് ക്രൈം നടന്ന സമയത്ത് ദർശന്റെ കാർ അതുവഴിക്ക് കടന്നുപോയ ദൃശ്യങ്ങൾ, അതുപോലെ മൊബൈൽ ടവറിന് കീഴിൽ ഒരുമിച്ച സിഗ്നലുകൾ, ഷെഡിൽ നിന്നും കണ്ടെടുക്കപ്പെട്ടു എന്ന് പറയുന്ന ദർശന്റെ ഷൂസ്, ഇതൊന്നും മതിയായിട്ടുള്ള തെളിവുകളെയല്ല. ഇതൊന്നും ആ സമയത്ത് അയാൾ അവിടെ ഉണ്ടായിരുന്നു എന്നുള്ളതിന് തെളിവേയല്ല. ദർശൻ നിരപരാധിയാണ്. അങ്ങനെ പോയി അവരുടെ വാദങ്ങൾ. ഇതിനിടയിൽ മറ്റൊരു ഞെട്ടിക്കുന്ന വെളിപ്പെടുത്തൽ കൂടി ഉണ്ടായി. രേണുകാസ്വാമിയുടെ ജഡം പോസ്റ്റ്മോർട്ടം ചെയ്ത ഡോക്ടർമാരായിരുന്നു ആ വെളിപ്പെടുത്തൽ നടത്തിയത്. ചില ആളുകൾ ഈ ഡോക്ടർമാരെ സമീപിച്ച് രേണുകാസ്വാമി ഹാർട്ട് അറ്റാക്ക് മൂലമാണ് മരിച്ചത് എന്ന് റിപ്പോർട്ട് തിരുത്തി എഴുതുകയാണെങ്കിൽ 1 കോടി രൂപ ഇവർക്ക് നൽകാമെന്ന് വാഗ്ദാനം ചെയ്തു. എന്നാൽ ഈ ഡോക്ടർമാർ അതിന് സമ്മതിച്ചില്ല. അവർ ഈ കാര്യം പോലീസ് ഓഫീസർമാരെ അറിയിച്ചു. ശരിക്കും പറഞ്ഞാൽ ദർശന്റെ ആ പദ്ധതിയും പാളിപ്പോയെന്ന് പറയാം. രേണുകാസ്വാമി കൊല്ലപ്പെട്ട 5 മാസം കഴിഞ്ഞപ്പോൾ അയാളുടെ ഭാര്യ പ്രസവിച്ചു. പിതാവിന്റെ മുഖം നേരിൽ കാണുവാൻ വിധിയില്ലാതെ പോയൊരു കുട്ടി. അതിന് കാരണം സോഷ്യൽ മീഡിയയെ മാത്രം ഇവിടെ കുറ്റം പറഞ്ഞിട്ട് കാര്യമില്ല. ഈ ക്രൈമിൽ കുറ്റപ്പെടുത്തേണ്ട ഒരേ ഒരു വ്യക്തി രേണുകാസ്വാമിയെ തന്നെയാണ്. സോഷ്യൽ മീഡിയ വളരെ ഫലപ്രദമായിട്ട് ഉപയോഗിക്കുന്ന ധാരാളം ആളുകളുണ്ട്. അതുകൊണ്ട് ജീവിതം കരിപ്പിടിപ്പിക്കുന്നവരുണ്ട്. അതുപോലെ ഇത്തരം പ്ലാറ്റ്ഫോമുകളിൽ നിന്നും ഗുണപ്രദമായിട്ടുള്ള അറിവുകൾ ശേഖരിക്കുന്ന ധാരാളം ആൾക്കാരുണ്ട്. ഒന്ന് റിലാക്സ് ആകുവാനും മറ്റും നല്ല നല്ല കണ്ടന്റുകൾ വരെ സഹായിക്കാറുമുണ്ട്. എന്നാൽ ഇതിന്റെ മറുസൈഡ് നോക്കുകയാണെങ്കിൽ സോഷ്യൽ മീഡിയ ദുരുപയോഗം ചെയ്യുന്ന ആൾക്കാരുണ്ട്. കഷ്ടകാലത്തിന് അങ്ങനെയുള്ള ആൾക്കാരാണ് ഏറ്റവും കൂടുതലും. അവരുടെ ആരാധനാമൂർത്തിയെ, ഇഷ്ട സിനിമാ താരത്തെ, ഇഷ്ടപ്പെട്ട രാഷ്ട്രീയത്തെ, അങ്ങനെ എന്തിനെങ്കിലും ആരെങ്കിലും പറഞ്ഞു കഴിഞ്ഞാൽ ഉടൻ തന്നെ കുന്നിക്കുരുവോളം വലിപ്പമുള്ള അവരുടെ തലച്ചോറ് ആറ്റം ബോംബ് പോലെ പൊട്ടിത്തെറിക്കും. രേണുകാസ്വാമിയും അങ്ങനെയുള്ള ഒരാളായിരുന്നു. അയാളുടെ ആദർശ പുരുഷനായ ദർശൻ ഒരു അവിഹിത ബന്ധത്തിൽ ഏർപ്പെട്ട് ജീവിക്കുന്നത് അയാൾക്ക് താങ്ങുവാൻ കഴിയുന്നതിനും അപ്പുറമായിരുന്നു. അതുകൊണ്ടാണ് അയാൾ അവരുടെ പ്രൈവസിയിലേക്ക് അനാവശ്യമായിട്ട് വലിഞ്ഞു കയറിയത്. അതൊരു വലിയ തെറ്റായിരുന്നു. ആ തെറ്റിന് അയാൾക്ക് പകരമായിട്ട് കൊടുക്കേണ്ടി വന്നത് സ്വന്തം ജീവനുമായിരുന്നു. ടെലഗ്രാമിന്റെ ലിങ്ക് കീഴെ കൊടുക്കുന്നുണ്ട്. അല്പം ക്രൂരമായിട്ടുള്ള ഫോട്ടോസാണ്. ലോലമനസ്കർ ജാഗ്രതയായി.